എൻ ജീവകാലം ഞാൻ പാടിടുമേ എൻ്റെ രക്ഷകൻ ധന്യ നാമം. എനിക്കായി തിരുബലിയായതാ എന്നേശുവിനായി മാത്രം ഞാൻ പാടിടുമേ എൻ ജീവകാലം ഞാൻ പാടിടുമേ. കർത്താവ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 63 അതിൻ്റെ 7 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്ക് എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിൻ്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും പോഷ്ക് പറഞ്ഞവരുടെ വായ അടഞ്ഞുപോകും. സ്തോത്രം. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. മരുഭൂമിയിൽ വെച്ച് ചമച്ച ഈ സങ്കീർത്തന ഭാഗത്തിലേക്ക് നോക്കിയാൽ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. അതേ ദൈവമക്കളെ, നമ്മൾ ചില നിമിഷത്തിൽ ഒറ്റയ്ക്കുള്ളൂ. സഹായിക്കാൻ ആരുമില്ല, സംരക്ഷിക്കാൻ ആരുമില്ല, ബലപ്പെടുത്തുവാൻ ആരുമില്ല. തളർന്നു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് കടന്നു വരുമ്പോൾ ഒരല്പസമയം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നത് ബലത്തോടെയാണ്, ശക്തിയോടെയാണ്, അനുഗ്രഹത്തോടെയാണ്. ദാവീദ് രാജാവ് ദൈവസന്നിധി പറഞ്ഞതുപോലെ, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. ആമേൻ. സന്തോഷിക്കുക, സമാധാനത്തോടെ ദൈവത്തെ വാഴ്ത്തുക. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. അത് ഉറപ്പാ ദൈവമക്കളെ. ആ സഹായം നേടുന്നവരുടെ സാക്ഷ്യപ്പെടുത്തൽ, അത് കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ പരിജ്ഞാനമുണ്ടാകും, കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ ആത്മബലമുണ്ടാകും, കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള ആവേശം ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, അതുകൊണ്ടാണ് നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്ന് അനുഭവിച്ച് പറയുക. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. എന്നാൽ ശത്രുക്കളോ എന്നാൽ അവർ സ്വന്തം നാശത്തിനായി, അവരുടെ നാശത്തിന് വേണ്ടി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുക. ഞാൻ എവിടെയാ? കർത്താവിൻ്റെ പാദപിടുത്തല. ഞാൻ എവിടെയാ? കർത്താവിൻ്റെ തിരുസന്നിധിയില. ഞാൻ എന്താ ചെയ്യുന്നേ? ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ. അപ്പോൾ എനിക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ നാശമാണ്, അവരുടെ സ്വന്തം നാശത്തിനാണ്. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിൻ്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തെ സന്തോഷിക്കും. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. ആമേൻ. എങ്കിലും പോഷ്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. പോഷ്ക് പറഞ്ഞ എത്ര കാലം കഴിയാൻ പറ്റും? അത് അടഞ്ഞു പോകുന്ന വായാണ്. പോഷ്ക് പറയുന്നത് അടഞ്ഞു പോകുന്നൊരു ദിവസം ഉണ്ടാകും. എന്നാൽ ദൈവത്തെ വാഴ്ത്തുന്ന ആദരം അടങ്ങിയിരിക്കില്ല ദൈവമക്കളെ. സ്തോത്രം. ജീവനുള്ള കാലം ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും എൻ്റെ പ്രിയൻ്റെ വരവിൻ്റെ നാളിൽ. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല ദൈവമക്കളെ. നഷ്ടപ്പെടാനുള്ളതൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയാൽ ആരും ഒരു നാളിൽ ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ വിളി കേട്ടാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ, വിളിച്ചവൻ ഒരിക്കലും നമ്മളെ വിട്ട് മാറില്ല ദൈവമക്കളെ. വിളിച്ച ദൈവം കൂടെയുണ്ട്. ആ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ ദാവീദ് രാജാവിൽ കൂടെ കേൾക്കുന്നത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ, കർത്താവെ താങ്ങായി തണലായി കർത്താവെ കൂടെ നിർത്തുന്ന ആ ദൈവ സ്നേഹത്തെ ഞങ്ങൾ അനുഭവിക്കുകയാണ് കർത്താവെ. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവെ. ശത്രുക്കൾ ചുറ്റും ചീറി പായുമ്പോൾ
ശത്രുക്കളുടെ മുമ്പാകെ കർത്താവെ ആ വിരിച്ച ചിറകിൻ മറവിൽ മറച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഓരോ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം വാഴ്ത്തി നിറച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് നിർത്താവേ. എല്ലാ കാലത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി മാത്രമായി തീരുവാൻ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കാത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.